ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലിക്ക് പോകാൻ തിരക്കിലാണ്. ഞാൻ ക്യാബേജ് വിളവെടുക്കുന്നതാണ് പച്ചക്കറിയിൽ. നമ്മുടെ ക്യാബേജൊക്കെ വലുതായി മൂത്തു. നമ്മളത് പറക്കാണ്. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ചെറിയ ക്യാബേജാണ്. നമുക്ക് ക്യാബേജ് ആയിട്ടുണ്ട്, ചെറിയ ക്യാബേജ്. നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്താണ് കേട്ടോ. ഇനി എന്ത് ക്യാബേജ് മറക്കാണ്. നമ്മൾ വേറെ നടണം. വേറെ കൃഷി ഇറക്കാൻ പോകണം. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യും. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ എല്ലാ അമ്മമാരും നമുക്ക് മറ്റുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ ഇച്ചിരി സമയം കിട്ടിയ ഇതിലേക്കൊക്കെ ഒന്ന് വരണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കണ്ടോ, ക്യാബേജൊക്കെ നമുക്കൊരു എന്ത് കറിക്കുള്ള പച്ചക്കറി കഴിഞ്ഞ് അതേപോലെ നമ്മുടെ വഴുതനങ്ങ ഒത്തിരി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ എന്നിട്ട് നമ്മുടെ പച്ചക്കറികളാണ്. വേറില്ല, നമ്മുടെ വിത്തിന് ഇട്ടിരിക്കുന്ന പാവയ്ക്കാണ്. 10 മണിക്ക് ജോലിക്ക് എത്തിയാൽ മതി. അപ്പോഴേക്കും ഇതൊക്കെ ചെയ്യാലോ ചേച്ചി. മോൻ ജോലി കഴിഞ്ഞിപ്പോൾ വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് വിത്തിനുള്ളതാണ്. കറിക്കുള്ള പാവയ്ക്കലായി. നാടൻ പാവയ്ക്കാണ്, അതുകൊണ്ട് വലിപ്പം അധികം വരില്ല. ഒക്കെ ഞങ്ങൾ കവറിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ചേക്കണം. അതാണ് നമുക്കങ്ങനെ കിട്ടണം. വിത്തിന് കുറേ ആയിട്ടുണ്ട്. പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കറിക്ക് ആവശ്യത്തിനായി വിത്തിനായി. കുറച്ച് അരിഞ്ഞ് ഉണക്കി നമുക്ക് മാറ്റാനെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറികൾ അങ്ങനെയൊക്കെയായി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ന് വിളവെടുത്തിട്ടുണ്ട്. നമ്മളിനി പച്ചക്കറികളൊക്കെ മാറ്റി വഴുതനങ്ങ കാട്ടിക്കളയില്ല. പയറുകളൊക്കെ കാട്ടി കളഞ്ഞ് ഈ പയറുകൾ, ഈ ചീര,
അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാട്ടിക്കളഞ്ഞ് നമ്മളിനി വീണ്ടും കൃഷി ഇറക്കാൻ പോണ്. വീണ്ടും ഇറക്കാനായിട്ട് ഇനി നോക്കണം. വഴുതനങ്ങളൊന്നും പറിച്ച് കളയില്ല. നമ്മുടെ കൊള്ളിയൊക്കെ ഒരുവിധമായി. പയറിൻ്റെ കാലാവധി കഴിഞ്ഞു. കൊള്ളികൾ വേറെ നട്ടിട്ടുണ്ട്. ചെറിയ കൊള്ളികളൊക്കെ പല പ്രായത്തിലുള്ള കൊള്ളികളാണ് നമ്മളിവിടെ നടന്നത്. കൊള്ളി അതേപോലെ നാരങ്ങയൊക്കെ പഴുത്തൊടുങ്ങി. നാരങ്ങ പഴുത്തൊടുങ്ങി. ഒക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. കണ്ടോ, പാവയ്ക്കൊക്കെ ആയി, ക്യാബേജൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് ഇത്രയും കിട്ടാമെന്ന് പറയുന്നത് നല്ലതല്ലേ. കുറച്ച് വിത്തിനിട്ടതാണ്. അപ്പോൾ നമ്മൾ പരമാവധി സമയം വേസ്റ്റാക്കാണ്ട് ജോലി കഴിഞ്ഞ് വന്നാലും നമ്മൾ ഇവരെയൊക്കെ സംരക്ഷിച്ച് വന്നാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒത്തിരി സാധനങ്ങൾ നമുക്ക് പച്ചക്കറി നല്ല ഫ്രഷായി ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇതെനിക്ക് പാവയ്ക്ക് പാൽ ഒഴിഞ്ഞ് വയ്ക്കാം. ഇത്രയും പാവയ്ക്കൊന്നും വേണ്ട പാൽ ഒഴിഞ്ഞ് വയ്ക്കാൻ. ക്യാബേജ് തോരൻ വയ്ക്കാം, വഴുതനങ്ങ തോരൻ വയ്ക്കാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. പയറിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ അമ്മമാരും ഇപ്പോൾ കുട്ടികളൊക്കെ ഈ പച്ചക്കറിയുടെ കാര്യങ്ങൾക്ക് കുട്ടികളൊക്കെ രംഗത്തിറങ്ങാണ്ട് കുറേ കുട്ടികൾ പച്ചക്കറിയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരിശ്രമിച്ച് നടക്കാവുന്ന സംഭവങ്ങളുള്ളൂ. ഒരു കട കൊള്ളി ഉണ്ടായാലും ഒരു കട ചേമ്പുണ്ടായാലും ചേന ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിൽ. ചേനയും ചേമ്പും കൊള്ളിയും പാവലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പ്രതീക്ഷിക്കും. കുറച്ച് സമയം നമ്മൾ ടി വിയുടെ മുന്നിൽ നിന്ന് മാറിയിരിക്കുക. കുറച്ച് ഫ്രണ്ട്സുകളായിട്ട് വന്ന് വരുമാന വർത്താനം പറയാൻ നിൽക്കാണ്ട് കുടുംബത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഉടനടി നമ്മൾ ഇവരെ സംരക്ഷിക്കാൻ നിൽക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.